ഹായ്, കവിയൂർ പൊന്നമ്മയെ റിലേറ്റ് ചെയ്ത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് വീഡിയോയുടെ വെരി ബിഗിനിങ്ങിൽ തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം, അതായത് 58 മിനിറ്റിൽ ഞാൻ പറയുന്ന ഒരു ഒരു സംഗതിയുണ്ട്. അത് നമുക്കൊന്ന് കേട്ടാലോ? ഒരുപാട് രീതിയിലുള്ള ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ മകളെ പറ്റി പറയുമ്പോൾ അമ്മയുടെ മുഖഭാവങ്ങളാണ്. സീരിയസ്ലി കവിയൂർ പൊന്നമ്മയ്ക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ളതൊരു ഡൗട്ടാണ്. ഒരു മകളെ ഉള്ളൂ. പിന്നീട് ഗ്രാജുവലി എൻ്റെ കുറെ അസംഷൻസ് ആണ്, അല്ലാതെ കറക്റ്റ് ആണോന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി ഡീപ്പായിട്ട് ഒരാളുമായിട്ട് ലവിലായിരുന്നു, മറ്റൊരു മതവിഭാഗത്തിലുള്ള ഒരാളാണ്. എൻ്റെ കുറെ അസംഷൻസ് ആണ്. ഇത് കറക്റ്റ് ആണോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അവർ പറഞ്ഞ കുറേ അധികം കാര്യങ്ങളെ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണെന്ന് തുടക്കത്തിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ മകൾ എന്ന രീതിയിൽ ഒരു ചാനലുകാരിട്ട്, അതായത് പ്രത്യേകിച്ച് കൈരളി ചാനലിൽ വന്ന ന്യൂസാണ് ഞാൻ അവിടെ എടുത്ത് റെഫറൻസിന് വെച്ചിരുന്നത്. അതിനകത്ത് പറയുന്നുണ്ട് മകൾ നിന്ന് കരയുന്നതെന്ന്. എനിക്ക് അനിയത്തിയുടെ മകളാണോ ചേട്ടത്തിയുടെ മകളാണെന്ന് സ്പെസിഫിക്കലി ചാനലുകാർ പറയാത്തടുത്ത് ഞാൻ അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. അങ്ങനെ ആ മകൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് റോങ് ആണ്. അമ്മ ഏറ്റവും അവസാനം കാണാൻ ആഗ്രഹിച്ചത് മകളെയാണ്. മകൾ വന്നിട്ടില്ല എന്ന് ന്യൂസിൽ പറയുന്നുണ്ട്. മരിച്ചു കിടന്നപ്പോൾ അവർ വന്നിട്ടുണ്ടാകും എന്നുള്ള ധാരണയിൽ തന്നെയാണ് ഞാനത് പറഞ്ഞത്. ഇതിനെ ഒരു കമന്റ് വന്നിട്ടുണ്ട്. ആ കമന്റ് പർപ്പസ്ലി വന്ന കമന്റ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ കമന്റ് എടുത്തുകൊണ്ട് വരുന്നത്. അങ്ങനെ കുറേ ഊളകളുണ്ട്, അവർ നമുക്കൊന്നും ചെയ്യാനാകത്തില്ല. ബട്ട് സ്റ്റിൽ ഒരു ഇൻഫർമേഷൻ തന്നേ ഉള്ളൂ. ഞാനത് കണ്ടപ്പോൾ എനിക്കതിനെപ്പറ്റി പറയണമെന്ന് തോന്നിയതുകൊണ്ട് ആ വീഡിയോ ഞാൻ എടുത്ത് ആ കമന്റ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ കമന്റ് ഞാൻ വായിക്കാം. റോസ് എന്ന് പറയുന്ന ഒരാളാണ്. ഈ റോസ് എന്ന പേരും കൂടെ കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം ലിങ്ക് പിടികിട്ടി. എൻ്റെ താഴെ വന്ന കമന്റ്സ് കൂടെ ആക്കിയപ്പോൾ എനിക്ക് പൂർണ്ണ പൂർത്തിയായി. എൻ്റെ പൊന്നിത്ത, ഓ ശരി മോളെ, ചക്കര മോളെ, കാര്യങ്ങൾ ശരിക്കും അറിയാതെ ഇതുപോലെ വീഡിയോ ഇടരുത്. ഓ ശരി, ഓ ഉത്തരവ്. 20 മിനിറ്റ് വീഡിയോയിൽ കവിയൂർ പൊന്നമ്മയുടെ ലൈഫ് ഹിസ്റ്ററിയേക്കാൾ ഉപരി ആ ഒരു മാറ്ററിനെയാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത്. അമ്മയും മകളും തമ്മിലുള്ള അലശണ്ട, അതിൽ എൻ്റെ കുടുംബം വരുന്നുണ്ട്, എൻ്റെ കുടുംബത്തിലെ കുറേ സ്റ്റോറീസ് ഉണ്ട്, എല്ലാം ആഡ് ഓൺ ചെയ്തിട്ട് ഞാൻ പറയുന്ന ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കാര്യങ്ങൾ അറിയാതെ പറഞ്ഞു എന്നുള്ള ടൈമിലേക്ക് അത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇപ്പോൾ റോസിന് ഏതാണ്ട് സന്തോഷമായി. ബാക്കി കേൾക്കാം. അവിടെ വന്ന് കരഞ്ഞത് അവരുടെ മകളല്ല, നല്ല കാര്യം, എനിക്കറിയത്തില്ലായിരുന്നു അത് അവരുടെ മകളാണെന്നാണ് വാർത്താ ചാനൽ പറഞ്ഞത്. അനിയത്തിയുടെ മകളോ സ്വന്തം മകളോ എന്നുള്ളത്. ഇനി ഈ റോസമ്മ കാണാത്തൊരു കാര്യമുണ്ട്. ആ വീഡിയോയുടെ ഉടനീളം നോക്കുക. അതിനകത്ത് അനിയത്തി മരിച്ച കാര്യവും അനിയത്തി മരണപ്പെടാനുള്ള സാഹചര്യവും അനിയത്തിയുടെ മകൾ എൻ്റെ മകളാണെന്ന് പറയുന്ന ഒരു ഇതും ഒക്കെ ഞാൻ ആ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ അവിടെ വെക്കുന്ന സമയത്ത് തന്നെ പുള്ളിക്കാരി 20 മിനിറ്റിലായി വീഡിയോ കണ്ടിട്ടില്ല. തുടക്കത്തിൽ തന്നെ കിട്ടി, ഈ ഒരു ആദ്യത്തെ പോർഷനിൽ തന്നെ കിട്ടി ഇതൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന്. ഉടനെ ചക്കടാന്നങ്ങ് എഴുതി വെച്ചു എന്നുള്ളതാണ് വസ്തുത. അത് അവരുടെ അനിയത്തിയുടെ മകളാണ്. ആ അനിയത്തി വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയി. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയി. ശരി, ആ കുട്ടിയെ നോക്കിയത് പൊന്നമ്മയായിരുന്നു. ശരി, ഇൻഫർമേഷന് നന്ദി. ഇത് തന്നെയാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ട്. പിന്നെ സ്വന്തം മകൾ, അത് 3 മന്ത്സിന് ഇവിടെ നിന്ന് പൊന്നമ്മയെ നോക്കി. ഓ ആണോ, അത് നമ്മൾ അറിഞ്ഞിട്ടില്ല കേട്ടോ, എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് USA പോയി, അത് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓ അപ്പം അതിന് മുമ്പ് അവിടെ വർക്ക് ചെയ്യുന്നില്ല, എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത് എനിക്കറിയത്തില്ല കേട്ടോ, അറിയാത്തത് കൊണ്ടാണ്. അത് പോയി കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, അപ്പോഴേക്കും പൊന്നമ്മ മരിച്ചു. പൊന്നമ്മ മരിച്ചത് ഞാൻ അറിഞ്ഞില്ല, കൊച്ചു പറഞ്ഞാണ് ഞാൻ അറിയണത്. സത്യം, നല്ല കാര്യം. അതുകൊണ്ട് ആ മകൾ വന്നിട്ടും കൂടിയില്ല. ഓ ഇത് തന്നെയല്ലേ ഞാൻ ആ 20 മിനിറ്റ് വീഡിയോയിൽ പറഞ്ഞത്, മോള് വന്നിട്ടില്ല എന്ന്. പിന്നീട് വന്ന് കരഞ്ഞിട്ട് കാര്യമില്ല എന്ന്. അത് ഈ മോളായാലും ശരി ആ മോളായാലും ശരി, കാര്യമില്ല എന്നല്ലേ പറഞ്ഞത്. ഇങ്ങനെ കണ്ട ബോധമില്ലാത്ത ഓൺലൈൻ മഞ്ഞപ്പത്രങ്ങൾ കൊടുത്ത വാർത്തകൾ നേരാണോ നുണയാണോ എന്ന് ഉറപ്പുവരുത്താതെ വീഡിയോകൾ ചെയ്യുന്നത് ഇനിയെങ്കിലും ഒന്ന് നിർത്തും. ഓഹ്, എൻ്റെ വീഡിയോ അങ്ങോട്ട് നിർത്താനെ കൊണ്ടാണ് കൊച്ചിനൊരു ടെൻഷൻ. ഞാൻ എങ്ങനെയും ഈ വീഡിയോ അങ്ങോട്ട് നിർത്തി കഴിഞ്ഞാൽ ഒരു സമാധാനം അല്ലേ? ആ ഇത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറ്റുന്നുണ്ട്. പ്ലീസ് കെയർ. ശരി മോളെ, ഉത്തരവ്. പിന്നെ അടുത്ത കമൻറ്റ് നിൻ്റെത് വരണമായിരുന്നു, വന്നില്ല. പകരം വേറൊരു ഫേക്ക് കൊണ്ടുവന്ന് അടുത്ത കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഫേക്കിൻ്റെ ഐഡിയോളജി കേട്ടുള്ള ഞാൻ വീഡിയോ ശരിക്കും കാണുക, കുനുകുനാന്ന് എഴുതാതെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ശരിക്കും അറിവുള്ള കല്ല, പക്ഷേ ഇതൊക്കെ കേട്ടറിവാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അബദ്ധമാണെന്ന് എനിക്കും കൂടെ തോന്നണം. അതാണ് ഞാൻ കൃത്യമായി ഞാനത് പറയുന്നുണ്ട്. ഈ 58 സെക്കൻഡിലാണ് ഞാനത് കൃത്യം പറയുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ അസ്യൂം ചെയ്യുന്നതാണ് ഇങ്ങനെ ആയിരിക്കാൻ ചാൻസ് ആണ്. ഞാൻ അതിനകത്ത് മകളും അമ്മയും തമ്മിലുള്ള പ്രോബ്ലമാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ദാറ്റ്സ് വാട്ട് ഐ സെഡ്. എന്നാലും പറഞ്ഞത് ഊളത്തരമാണെന്ന് സമ്മതിക്കരുത്.
TM ജേഡൻ, എന്താ ലാംഗ്വേജ്. തെരേസ ജോസിൻ്റെ ഊളത്തരം. അതിനകത്ത് എന്താണ് ഊളത്തരം കണ്ടത്? എന്താണ് ഊളത്തരം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? അപ്പനില്ലാതെ 16 തന്തയ്ക്ക് പഞ്ചായത്തിൽ വിരിച്ചുണ്ടായ മോളായതുകൊണ്ടാണ് ആ വർത്തമാനം അവിടെ ഒന്ന് പറയാൻ എനിക്ക് തോന്നിയത്. അല്ലാതെ ആ കുട്ടി പറഞ്ഞതിന് ഞാൻ മാന്യമായ കമൻറ്റ്, മാന്യമായ മറുപടി ഞാൻ ഇട്ടു. പിന്നെ അതിൻ്റെ താഴെ വന്ന് ഈ ഊളത്തരം തേങ്ങയെന്ന് എഴുതേണ്ട കാര്യം എന്തുവാ? അതെനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് അവിടെ ഊളത്തരം നീ കണ്ടത്? അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് ശരിക്കും അറിവില്ലാത്ത കാര്യത്തെ പറ്റിയാണോ 20 മിനിറ്റ് വീഡിയോ? കഷ്ടം. 20 മിനിറ്റ് വീഡിയോ മുഴുക്ക ഈ മകളെ പറ്റിയാണോ പറഞ്ഞത്? എനിക്ക് അറിവില്ലാത്ത കാര്യമാണോ പറഞ്ഞത്? വീഡിയോ കണ്ടിട്ടില്ല എന്ന് സ്പഷ്ടം, വ്യക്തമാണ് അതിനകത്ത്. ഞാൻ ഈ 2 പേരോട് പറയുന്നതാണ്, നിങ്ങളിത് റിപ്പീറ്റഡ്ലി കണ്ട് മിസ്റ്റേക്ക് എന്ന് കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് സൺസബ് ചെയ്തിട്ട് പോയിക്കൂടെ? നിങ്ങളെന്തിനാ അതിനകത്ത് കിടന്ന് തെയ്യ കളിക്കുന്നത്? അവിടെ ഇരിക്കേണ്ടതേ. പിന്നെ മഞ്ഞ ചാനലിൻ്റെ കേസ്, നീ ഇതിൻ്റെ താഴെ എനിക്കൊരു കമൻ്റ് ഉണ്ട്, ഊളകളാണെന്ന് പറഞ്ഞു. ഊളകൾക്ക് അങ്ങനെ തോന്നും, അത് തന്തയില്ലായ്മയാണ്, അതിനിവിടെ ചികിത്സയില്ല, പോയി ചാവും. അടുത്ത മറുപടി കേട്ടോണം, തന്തയില്ലാത്തവരെ അത് എടുത്തു പറയുള്ളൂ. എങ്ങനെയുണ്ട്? അപ്പോൾ അതിനകത്തുണ്ട് എന്താണ് അറാം പറപ്പെന്ന്. അപ്പോൾ ഈ 16 തന്ത കയറിയ ഉണ്ടായ തെരേസ കൊച്ചിനെ എന്നെ ചൊറിയുമ്പോൾ എന്തോന്ന് സൗഭാഗ്യം കിട്ടണോ അല്ലെങ്കിൽ എന്തോന്ന് ശാന്തി കിട്ടണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപാട് പേര് ആ മിസ്റ്റേക്ക് എന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ ഒത്തിരി പേരുടെ കമൻസ് വന്നിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് മകളല്ല, അത് അനിയത്തിയുടെ മകളാണ് എന്ന് പറയുന്നുണ്ട്. ഐ അഡ്മിറ്റ് ഇറ്റ്, എനിക്കത് മനസ്സിലായി. ഞാനത് മകളെന്ന് തെറ്റിദ്ധരിച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആ മിസ്റ്റേക്ക് മനസ്സിലാകുന്നു. പക്ഷേ അതൊരു ചെറിയ പോർഷൻ മാത്രമാണ്. ഞാൻ അതിനകത്ത് പറഞ്ഞ സബ്ജക്റ്റ് വളരെ വലിയൊരു സബ്ജക്റ്റാണ്. ഞാൻ നേർസാക്ഷ്യം വഹിക്കുന്ന കുറേയധികം അമ്മമാർ ഒറ്റപ്പെട്ട് ഈ കോട്ടയത്ത് തന്നെ ഒരുപാട് പേര് അങ്ങനെയുണ്ട്. ഞാൻ ആ വിഷയമാണ് അവതരിപ്പിച്ചത്. മഞ്ഞ ചാനൽ എന്ന് പറയുന്നത് ബ്രഹ്മ കൊഞ്ഞാണ എന്ന് പറയുന്ന ഒരു കൊഞ്ഞാണ അവിടെ ഇരുന്നുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അവൻ പറയുന്നത് ഇവർക്കൊരു ഇസ്ലാം മത വിശ്വാസിയുമായിട്ട് ഇല്ലീഗൽ ബന്ധമുണ്ടായിരുന്നു എന്നും ഇയാൾ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും ഇവർ തമ്മിലുള്ള ഇല്ലീഗൽ എന്താണെന്ന് വെച്ചാൽ ആ സാധനം അവർ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും ഒക്കെയാണ് കൊഞ്ഞാണ ഇരുന്നുകൊണ്ട് പറയണം. ബ്രഹ്മ കൊഞ്ഞാണൻ എന്നാണ്. കൊഞ്ഞാണൻ എന്നുള്ളത് ഞാനങ്ങനെ ഇത് പറഞ്ഞതേ ഉള്ളൂ. കഞ്ചസ്റ്റൻ എന്നാണ്, എന്തെന്നാ ഒരു പേരാണ് വിട്ടിരിക്കുന്നത്, ബ്രഹ്മ എന്നാണ്. ഒരു സാമിയായിട്ട് അഭിനയിക്കുന്ന, അത്യാവശ്യം ഈ പറയുന്ന സുഡാപ്പികൾക്ക് സപ്പോർട്ടീവായി സുഡാപ്പികളെ വലിപ്പിച്ച് തിന്നുന്ന ഒരുത്തനുണ്ട്. അവൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് ഈ അമ്മയെ തെറി പറഞ്ഞുകൊണ്ട്. കവിയൂർ പൊന്നമ്മ എന്ന വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി എനിക്ക് അറിയില്ല, ഞാനത് എടുത്ത് പറയാനും ആഗ്രഹിക്കുന്നില്ല. മരണപ്പെട്ട ഒരു സ്ത്രീയാണ്. അതിന് താഴെ വന്നൊരു കമൻ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. അവരൊരു സംഖ്യ ആയതുകൊണ്ടാണ് കൊഞ്ഞാണൻ അവരെ എടുത്തു വെച്ച് ഉപദ്രവിച്ചിട്ടുള്ളത്. ഈ കൊഞ്ഞാണം പറഞ്ഞ അത്രയും വൾഗറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് റിപ്പീറ്റഡ്ലി ഇവിടെ പറയുന്നു, അവരുടെ മകളുമായിട്ട് പ്രശ്നത്തിലായിരുന്നു. മകളുടെ കാര്യം ചോദിക്കുമ്പോൾ തന്നെ അവരുടെ ഫേസ് എക്സ്പ്രഷൻ കാണിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ഞാൻ അത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ ഇവിടെ ആഡ് ചെയ്ത് വെക്കാം. മകളുടെ കാര്യം പറയുമ്പോൾ ജോൺ ബ്രിട്ടാസ് പറയുമ്പോൾ അവരുടെ ഫേസ് എക്സ്പ്രഷൻ വ്യക്തമാണ്. മകളുമായി അവർക്ക് നല്ല തെറ്റിലുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ അവരുടെ ഹസ്ബൻഡുമായി അവർ സ്വരത്തിലല്ലായിരുന്നു. അത് മകൾ നോക്കിയിട്ടില്ല എന്ന് അമ്മയെപ്പറ്റി പരാതി പറഞ്ഞു എന്നാണ് ബ്രിട്ടാസ് പറയുന്നത്. ഈ പരാതി അമ്മയും മകളും ഒരു ഓൺലൈൻ മീഡിയയിൽ കൂടെ പറയാതെ 2 പേരും ഇരുന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ആ കമ്മ്യൂണിക്കേഷനിൽ കൂടെ അവർക്കത് നന്നായി പോകുമായിരുന്നു. ഒരേ ഒരു മകള്, ആ മകളോട് നീതി പുലർത്താൻ അമ്മയ്ക്ക് സാധിച്ചിട്ടില്ല, അമ്മയോട് നീതി പുലർത്താൻ മകൾക്കും സാധിച്ചിട്ടില്ല. ഇൻ ഫ്യൂച്ചറിൽ ആ മകളും ഒരു അമ്മയാണ്, ആ മകൾക്കും ഇതേ ഗതിയാണ് വരും. ഇതാണ് എൻ്റെ വീഡിയോയുടെ സാരാംശം. അത് മുഴുവൻ കാണുകയോ അത് മനസ്സിലാക്കുകയോ ചെയ്യാതെ എന്തിനും ഒരു കുത്തിത്തിരിപ്പും കൊണ്ടുവന്നിരിക്കുന്ന കുറേ വാഴ ജന്തുക്കൾക്കാണ് ഞാൻ ഈ മറുപടി പറഞ്ഞിട്ടുള്ളത്. പറയണമെങ്കിൽ കൊഞ്ഞാണ ഇരുന്നുകൊണ്ട് സ്ത്രീ വിരുദ്ധത പറയുന്നുണ്ട്. ഇത്രയും പ്രായമായ ഒരു അമ്മയുടെ അവരുടെ ഏജ് പോലും കൺസിഡർ ചെയ്യാതെ ആ അമ്മയെ പറ്റി പരദൂഷണം പറയുന്ന ഒരു 3rd റേറ്റ് ക്രിമിനൽ പറയുന്നതിന് നിങ്ങൾ അവിടെ പോയി പറയാം. ഞാൻ എൻ്റെ കമൻറ്റ് പുഴുക്കം നോക്കി, കറക്റ്റാണ്, സൂപ്പറാണ്, ഡൂപ്പറാണ്. നിങ്ങൾ പുറത്തേക്ക് പറഞ്ഞു, നിങ്ങൾ മൊത്തം എല്ലാം പുറത്തു പറഞ്ഞു തന്നെ അയാളെ പുകഴ്ത്തി തലയിൽ ഉച്ചഘട്ടത്തിൽ കൊണ്ട് വയ്ക്കുന്നുമുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള മഞ്ഞ പത്രങ്ങളെയൊന്നും നമ്മൾ ഫോളോ ചെയ്യുകയോ അത് കേട്ട് വിശ്വസിക്കുകയോ അത് വെച്ച് പറയുകയോ ചെയ്തിട്ടില്ല. ഇവിടെ നിൽക്കുന്ന മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ചാനലുകാർ പറഞ്ഞത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ അതിന് പ്രൂഫ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. മകൾ എന്ന് തന്നെയാണ് ആ ചാനലുകാർ പറഞ്ഞത്, അല്ലാതെ വളർത്തു മകൾ എന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ
പിന്നെ ഇന്റർവ്യൂവിൽ ഒരു സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് അവരുടെ സഹോദരി മരിക്കാൻ കാരണം അവരെന്തോ വഴക്ക് പറഞ്ഞിട്ടാണ് എന്നുള്ള രീതി അവർ പറയുന്നു. അവർ തന്നെ കൺഫേസ് ചെയ്യുന്നതാണേ. അതുപോലും ഞാൻ പറയാൻ അവിടെ വന്നിട്ടില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇതെടുത്ത് വെച്ച് ഉണ്ടാക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഒരാൾ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് കൊണ്ട് മൊത്തം ഇത്രയും ദിവസം ചെയ്തത് മുഴുക്കെ ഇല്ലാണ്ടായി, അല്ലെങ്കിൽ ഇത്രയും ദിവസം ചെയ്തൊന്നും ഞാൻ വെരിഫൈ ചെയ്യാതെ വിശകലനം ചെയ്യാതെയാണ് പറഞ്ഞതെന്ന് വരുത്തി തീർക്കാനായിട്ട് വന്ന് തള്ളരുത്. നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലേ സന്തോഷം അവിടെ എഴുതി വെക്കാൻ പോവുക. എൻ്റെ ലിമിറ്റ് ക്രോസ് ചെയ്യരുത്. ഞാൻ സാധാരണ യൂട്യൂബറിനെ പോലെയല്ല. എൻ്റെ ടൈം ലൈനിൽ വന്നിട്ട് പോക്കർത്തരം എഴുതി വെച്ചാൽ തന്തയ്ക്കും തള്ളയ്ക്കും തിരിച്ച് ഞാൻ തരും. തർക്കമേ വേണ്ട. എനിക്കതിനകത്തൊന്നും ഒരു മടിയുമില്ലാത്ത സാധനമാണ്. ഞാൻ നല്ല പോലെ തരും. അപ്പം അത്തരം അമരാവതികൾ വന്ന് ഒട്ടണ്ട, താല്പര്യമില്ല. അല്ലാതെ ഒരുപാട് പേര് അതിനകത്ത് കാര്യമായിട്ട് ഒരുപാട് പേരുണ്ട്, ഒന്നും രണ്ടൊന്നുമല്ല, ഒരുപാട് പേര്, ഒത്തിരി പേര് വന്ന കമൻ്റ് ഇട്ടിട്ടുണ്ട്. അത് മോളല്ല, അത് വിജി പിള്ളയാണ് ഇട്ടിരിക്കുന്നത്. അത് മോളല്ല, സിസ്റ്റർ രേണുകയുടെ മോളാണ് നിധി, സ്വന്തം മോള് വന്നില്ല. കറക്റ്റാണ്. എനിക്കതിൽ താങ്ക്സ് ആണ്, വിജിയോട് താങ്ക്സ് ആണ്. വിജി പിള്ള വീണ്ടും എഴുതിയിട്ടുണ്ട് പാവം അമ്മ. ആ കരയുന്ന കുട്ടി മായാദേവി എഴുതിയിട്ടുള്ളതാണ്. ആ കരയുന്ന കുട്ടി പൊന്നമ്മയുടെ അനിയത്തിയുടെ മകളാണെന്ന് പറയുന്നു. അതിനകത്ത് അവർക്കൊരു ഡൗട്ട് ഉണ്ടെന്നാണ്. അപ്പോൾ ഞാൻ അതിന് മറുപടി എഴുതിയിട്ടുണ്ട്, മനസ്സിലായ. അതിൻ്റെ താഴെയും ഉണ്ട് ഗീതാമണി വന്ന് എഴുതിയിട്ടുണ്ട്. മകളുമായി പ്രശ്നം കണ്ട് വരാതിരുന്നിട്ട് മരിച്ചപ്പോൾ വന്ന് കരയുന്നു എന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കിട്ടിയ വാർത്തയിൽ അത് മകളെന്നാണ് ഞാൻ ധരിച്ചിട്ടുള്ളത്. അതെനിക്ക് മനസ്സിലായി, തിരുത്തുന്നു. അതൊരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷനാണ്. ഓക്കെ, അത് മകളല്ല, മകൾ വന്നിട്ടില്ല. ഓക്കെ, ഈ വാർത്ത അങ്ങനെയായിരുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് എന്ത് തരം ചൊറിച്ചിലാണ് ഈ ചൊറിഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ചെയ്തതല്ല, അതായത് എന്താ, നിങ്ങൾക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് പറ്റുന്നുണ്ട്. ഏതിടയ്ക്ക് മറിക്കുവാണ് നിനക്കിത് പറ്റിയെന്ന് പറഞ്ഞു തന്നാണ്. സച്ച് ഇൻ കേസ് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു പാകപ്പിഴ വന്നാൽ അത് ഞാൻ കൃത്യമായിട്ട് വന്ന് പറയാറുണ്ട്. അതിനകത്ത് അങ്ങനെ ഒരു ഇതുണ്ട്, ഇങ്ങനെ ഇത് വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും സഫ്യത വിട്ട് സംസാരിക്കേണ്ട ഒരു അവസരം വന്നിട്ടില്ല. പക്ഷേ ഈ കമൻസ്, അനുബന്ധമായിട്ട് വന്ന കമൻസ് കണ്ടപ്പോൾ നല്ല ടാർഗറ്റ് ചെയ്യണമെന്ന് മനസ്സിലായത് കൊണ്ട് മാത്രം ഞാൻ മറുപടി ഇട്ടു. ഇത് ഫേസ്ബുക്കിലാണെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. എൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോലും ഇങ്ങനെ ഒരു കമൻ്റ് ഇല്ല. സാധാരണ ഫേസ്ബുക്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരുപാട് കമൻസ് വരും. കാരണം ഈ യൂട്യൂബിലുള്ളവരെ പോലെയല്ല, ഫേസ്ബുക്ക് കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ള ഓഡിയൻസ് ആണുള്ളത്. അവരൊരുപാട് പേര് ഒത്തിരി ന്യൂസൊക്കെ റെഫർ ചെയ്യുന്ന ആൾക്കാരാണുള്ളത്. അങ്ങനെയുള്ളവരും പിന്നെ കുറച്ച് എന്താ പറയണ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുമാണ് ഫേസ്ബുക്കിലുള്ളത്. അപ്പോൾ അതിനകത്തുനിന്ന് തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയല്ല അങ്ങനെ എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ വരിക തന്നെ ചെയ്യും. അപ്പം വിമർശനങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും അക്സെപ്റ്റബിൾ ആണ്. പക്ഷെ ഒരു രേഖയുണ്ട്, അതിൻ്റെ മുകളിൽ പോകരുത്. അതിൻ്റെ മുകളിൽ പോയി മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ ഞാൻ തിരിച്ച് നല്ലത് തരും എന്നുള്ളതാണ്. മഞ്ഞപത്രം റെഫർ ചെയ്യുന്ന പരിപാടി സ്വന്തം അമ്മയ്ക്കാണ്, അതെനിക്കല്ല. നിന്റെ അമ്മ മഞ്ഞപത്രവും മഞ്ഞ പരിപാടിയും മഞ്ഞത്തരവും കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ നീ അതങ്ങ് പറഞ്ഞാൽ മതി. എൻ്റെ തലയിൽ അതും കൊണ്ടൊന്ന് കയറണ്ട. തീർത്തും ഒരു കാരണവശാലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വൾഗർ കമൻ്റായിട്ട് എനിക്കത് ഫീൽ ചെയ്തതുകൊണ്ടാണ് അതിനിങ്ങനെ ഒരു മറുപടി. ഇപ്പോൾ തുടരെ ഒരുപാട് പേരുടെ കമൻറ്റ് അവരൊക്കെ ജെന്യുവൻ ആയിട്ടാണ് എനിക്ക് ആ ഇൻഫർമേഷൻ തന്നത്. ഈ പ്രശ്നമുണ്ട്, നിങ്ങളത് മനസ്സിലാക്കുക. കാരണം അത് മിസ്റ്റേക്കാണ്, മകളാണ്. അപ്പം അതിനകത്ത് അങ്ങനെയാണ് എന്നുള്ള കാര്യം ഞാൻ പറയുന്നു. അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ തീർന്നു ആ പ്രശ്നം. അത് വലുതാക്കി കൊണ്ടുവന്നിട്ട് ഇനി പുതിയൊരു സുനായി കൊണ്ടുവരണ്ട. ഇനി കൊഞ്ഞാണൻ്റെ കൊടുക്കുന്ന മറുപടിയിലേക്ക് വരാം. ബ്രഹ്മ കൊഞ്ഞാണൻ ആക്ച്വലി ഈ സുഡാപ്പികളുടെ കൂടെ ചേർന്നിട്ട് സംഖ്യകൾ അടിക്കുന്ന ഒരു രീതിയാണ്. ജസ്ന സലീമിൻ്റെ മറ്റൊരു വേർഷൻ, മെയിൽ വേർഷൻ മാത്രമാണ് ഇയാൾ കൊഞ്ഞാണ്. ജസ്ന സലീമിൻ്റെ കള്ളത്തരം കയ്യോടെ പിടിച്ചതാണ് ഹിന്ദുക്കൾ. അത്രത്തോളം ബുദ്ധിയും ബോധവും ഇല്ല സുഡാപ്പികൾക്കെന്നുള്ള തെളിവാണ് കൊഞ്ഞാണൻ എന്നും ആളുകളെ പറ്റിക്കുന്നത്. മുമ്പ് കൊഞ്ഞാണ എൻ്റെ ഒരു വീഡിയോ, ഞാൻ ഈ സംഖ്യകൾക്കെതിരെ പറയുന്ന ഒരു വീഡിയോ എടുത്ത് അയാളുടെ ടൈം ലൈനിൽ പോസ്റ്റ് ചെയ്തു. ഞാൻ അപ്പം തന്നെ റിപ്പോർട്ട് കൊടുത്തത് ക്ലോസ് ചെയ്തു. എൻ്റെ ചാനൽ അല്ലെങ്കിൽ ഞാനിട്ട വീഡിയോ വേറെ ആരെടുത്തോണ്ട് പോയാലും കൊഞ്ഞാണൻ അത് പബ്ലിഷ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എനിക്ക് അവൻ്റെ സപ്പോർട്ട് വേണ്ട. അതുമാത്രമല്ല, ഞാൻ പറയുന്ന വാക്കുകൾ അവൻ കോപ്പി അടിച്ചിടേണ്ട കാര്യവുമില്ല. ഈ ഒരു വിഷയത്തിൽ സത്യം പറഞ്ഞാൽ കവിയൂർ പൊന്നമ്മയെ അവഹേളിക്കാവുന്ന മാക്സിമം അവഹേളിച്ചാണ് അയാൾ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ സിനിമാ ലോകത്തുള്ള ആരെങ്കിലും ഇടപെട്ട് അവൻ 2 പൊട്ടിയിലാണ് കൊടുക്കാനുള്ള ഏർപ്പാടാക്കേണ്ടത്. മരിച്ചുപോയ ഒരു സ്ത്രീയെ അവഹേളിക്കുന്ന ഒരു പരിധിയുണ്ട്. അവർ രാഷ്ട്രീയത്തിലില്ല, അവർ സംഖ്യയാണെന്ന് പറയുന്നത്. അവർ എന്തർത്ഥത്തിലാണ് സംഖ്യ? ഇവിടെയുള്ള വിശ്വാസികൾ, ഹിന്ദുമത വിശ്വാസികളുടെ എല്ലാവരുടെയും ഉള്ളിലൊരു സംഖ്യ ഉണ്ടാവും.
അവർ BJP പാർട്ടിക്കാരിയല്ല. എല്ലാവരുടെ ഉള്ളിലൊരു സംഗീതം ഉണ്ടാവുക തന്നെ ചെയ്യും. അവരുടെ മതമാണത്. അപ്പോൾ അത് റെസ്പെക്റ്റ് ചെയ്യാതെ ഈ പോക്കൃത്തരം പറയുന്ന ഇവനെ, അതും ആ പ്രായം ചെന്ന ആ സ്ത്രീയെ പറ്റി, മരിച്ചുപോയ ഒരു സ്ത്രീയെ പറ്റി, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ മരണപ്പെട്ട ഒരു സ്ത്രീയെ പറ്റി പോക്കൃത്തരം പറഞ്ഞ അവനെ പോയി മേറാൻ നോക്ക്, ഷെബീനയുടെ തലയിൽ കയറാതെ. ഞാൻ അവരെ അവഹേളിക്കാനോ മോശപ്പെടുത്താനോ ആയിട്ട് ഒരു വകയും പറഞ്ഞിട്ടില്ല, ഇനിയോട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അവർ ഇസ്ലാം മതവിശ്വാസിയായ ഒരാളുമായിട്ട് പ്രണയത്തിലല്ലായിരുന്നു. ആദ്യമായിട്ട് സിനിമ പിടിച്ചില്ലേ ഡാനിയൽ, അദ്ദേഹത്തിന് പേര് കറക്റ്റാണോ എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹവുമായിട്ടായിരുന്നു അവരുടെ പ്രണയം ഉണ്ടായിരുന്നത്. ആ പ്രണയം സക്സസ് ആയിട്ടില്ല. ശങ്കരാടിയുമായിട്ട് അവരുടെ വിവാഹം എൻഗേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും നടന്നിട്ടില്ല. തേർഡ് പേഴ്സൺ ആണ് ഇയാൾ. ഇതൊക്കെ വിവാഹത്തിന് നിശ്ചയിച്ചു, പ്രേമിച്ചു എന്നതിനപ്പുറം അവരങ്ങനെ മോശപ്പെട്ട് ജീവിച്ചു എന്നതിന് അർത്ഥമില്ല. അങ്ങനെ നമ്മൾ ആരും കേട്ടിട്ട് പോലുമില്ല. അവരെ പറ്റി മോശമായിട്ടൊരു ഇമ്പാക്റ്റ് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. ഇല്ലാത്തൊരു കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ ഒരു അമ്മ എന്ന നിലയിൽ അവരൊരു പരാജയമായിരുന്നു. കാരണം ഒരു മകളേ ഉള്ളൂ. ആ ഒരു മകളെ കെയർ ചെയ്യാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, ആ മകൾ ഇത്രയും പിണക്കത്തിലാകാനുള്ള റീസൺ ഈ ഒരു പ്രായമായപ്പോൾ പോലും അതിനെ പോയി കാണുകയോ സമാധാനപരമായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാനോ അമ്മ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്നതിൻ്റെ തെളിവാണത്. മാത്രവുമല്ല, വേറൊരു ബാക്ക് ഹിസ്റ്ററി അതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ഭർത്താവിൻ്റെ സഹോദരി പുത്രനാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ അച്ഛനും അമ്മയും തമ്മിലുള്ള ആ ഒരു വലിയ ശണ്ടയിൽ മകൾ മാറി നിന്നതായിരിക്കാം. അങ്ങനെയും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. വസ്തുത എന്ത് തന്നെയായാലും അവരും അവരുടെ മകളും തമ്മിൽ എന്ത് പ്രശ്നം തന്നെയായാലും പ്രായമായ അച്ഛനും അമ്മയെയും ഒതുക്കി നിർത്തുകയും സഹകരിക്കാതിരിക്കുകയും പിണങ്ങി മാറി നിൽക്കുകയും ചെയ്താൽ നാളെ നമുക്കും അതേ അവസ്ഥ തന്നെ വരും എന്നാണ് ഞാൻ ആ കമൻസിൽ കൂടെ പറയാൻ ആഗ്രഹിച്ചത്. അതിനോടനുബന്ധിച്ച് സംസാരിച്ചുകൊണ്ടാണ് സാധാരണ 10 മിനിറ്റ് വീഡിയോ ചെയ്യുന്നത് എനിക്കത് 20 മിനിറ്റ് വരെ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടത്. അതിനെപ്പറ്റി പറയാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഒത്തിരി ഉണ്ട്. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. 10 മക്കളുടെ ഒരു അമ്മയെ നോക്കിയവളാണ് ഞാൻ മരണക്കിടക്കയിൽ. അവരുടെ ഈ 10 മക്കളുടെയും ഡ്രാമ നേർ സാക്ഷ്യം വഹിച്ചവളാണ് ഞാൻ. അന്ന് തന്നെ ഇതൊക്കെ ഈ പറഞ്ഞ 10 മക്കളും ഇന്ന് സ്ട്രഗിൾ ചെയ്യണത് ഞാൻ കണ്ടിട്ടുമുണ്ട്. ആ അമ്മയോട് എത്ര നീതികേട് അവർ കാണിച്ചോ അതിൻ്റെ എല്ലാം ആഫ്റ്റർ എഫക്റ്റ് ഈ 10 മക്കളും അനുഭവിക്കുന്നുണ്ട്. ഞാനത് കണ്ടിട്ടുമുണ്ട്. പലരും ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാതെ കിടന്ന കിടപ്പിലും അലവും മൂത്രമൊക്കെ പോയി മരണപ്പെടുന്ന സീനും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മളെ കർമ്മഫലം നമ്മളെ കൊണ്ട് അതൊക്കെ ചെയ്യിക്കും എന്നുള്ളത് ഒരു വാണിംഗ് പോലെ കൊടുത്തത് മാത്രമാണ് ഞാൻ ചെയ്ത ഇത്. ഞാൻ അത് തൂക്കി പിടിച്ചോണ്ട് വരണ്ട. ഞാൻ അപ്പുറത്ത് നിൽക്കുന്ന കുറേ കോഷ്ടികളുണ്ട്. അവളുമാർക്ക് ഒരു പണിയും ഇല്ലാണ്ട് ഇതുപോലുള്ള എന്തെങ്കിലും ഒന്ന് കിട്ടി അതിനകത്ത് ഞെക്കി പൊട്ടിച്ച് കുത്തി പൊട്ടിച്ച് കുറേ എണ്ണം വന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇങ്ങോട്ട് തള്ളി കയറണ്ട എന്നാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലേ, സ്കിപ്പ് ആൻഡ് ഗോ, നോ പ്രോബ്ലം. അപ്പം ഇത് ഞാൻ ജെനുവിനായി എനിക്ക് കമൻ്റ് ഇടുന്നവരെ പറ്റിയല്ല പറഞ്ഞത്. അത് ഞാൻ റിയലി അപ്രീഷിയേറ്റ്. നിങ്ങൾ എനിക്ക് ആ ഒരു മിസ്റ്റേക്ക് എന്നെ ചൂണ്ടിക്കാണിച്ചതിൽ വളരെ സന്തോഷം, നന്ദിയുണ്ട്. പക്ഷേ അത് ഞാൻ പറഞ്ഞില്ലേ, ഇവർ പറഞ്ഞത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വളരെ മ്ലേച്ഛമായ ഭാഷയായതുകൊണ്ടാണ് എനിക്കിതിങ്ങനെ റിയാക്ട് ചെയ്യേണ്ടി വന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക എന്ന് ഞാൻ പറയുമ്പോൾ അത് വളരെ ആത്മാർത്ഥമായി തന്നെയാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം അതിനകത്ത് വന്നിട്ട് ഊള എന്നും മറ്റും വിളിക്കാനല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മാക്സിമം ഇങ്ങനത്തെ കമൻസൊക്കെ ഞാൻ എടുത്ത് ദൂരെ കളയും. അവരെ ഞാൻ ചാനലിൽ നിന്ന് തന്നെ എടുത്ത് പുറത്താക്കുകയാണ്. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ഈ രീതിയിലുള്ളൊരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു കമൻസിനോട് എനിക്ക് താല്പര്യമില്ല. ജെന്യുവിനായി എത്രയോ യൂട്യൂബേഴ്സിന് ജെന്യുവിനായി കമൻസ് ഇടുന്നുണ്ട്, ഡീറ്റെയിലിംഗ് വേർഷൻ കൊണ്ടുവന്നുണ്ട്, പലരും ഇൻഫോർമേഷൻ കൊണ്ടുവന്നിടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് പർപ്പസ്ലി ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതാണെന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ എടുത്തു വെച്ച് ചെയ്തത്. പൊന്നാണെന്ന് നല്ലൊരു മറുപടി കൊടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. എനിക്കതിനെപ്പറ്റി പറയാൻ എത്രയേ ഉള്ളൂ. ഇനിയും മനസ്സിലാക്കാത്ത സ്ത്രീ വിരുദ്ധന്മാരായ സുഡാപ്പികൾക്ക് ഇവനെ പോലെയുള്ളവരെ ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യണമെന്ന് താല്പര്യപ്പെട്ടാൽ അതിനൊന്നും പറയാനില്ല. നാളെ ഇവൻ മാറിത്തിരിഞ്ഞ് നിങ്ങളെ വീട്ടിലുള്ളവരെയും പറയും. കാരണം അവന് സ്വത്വബോധമില്ല. അത് മാത്രമല്ല, അവൻ്റെ സ്വന്തം സമുദായത്തിനെ പറ്റി ഇകഴ്ത്തി പറയുന്നവൻ നിങ്ങളുടെ സമുദായത്തിനെ പറ്റി പറയാൻ അത് നേരെ ഒന്നും വേണ്ട എന്നുള്ളത് വസ്തുത. ഈ ഒരൊറ്റ കാര്യം മാത്രം മതി. ഇയാളുടെ ഇരട്ടത്താപ്പും സുഡാപ്പികളുടെ ഇരട്ടത്താപ്പും വ്യക്തമാണ്. മതബോധം കൊണ്ട് ഭ്രാന്ത് കയറി പ്രായം ചെന്ന് മരണപ്പെട്ട ഒരു സ്ത്രീയെ അവഹേളിക്കാൻ കൂട്ടുനിൽക്കുന്ന ഈ മതവാദികളാണ് ഇസ്ലാമിനെ മുന്നോട്ട് പിടിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അതിനകത്ത് വേറൊരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു, ഞാനിവിടെ കോപ്പി ചെയ്ത് ഇടുന്നില്ല. എൻ്റെ മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു സ്ത്രീയെ അവഹേളിക്കരുത് എന്നുള്ളതാണ്.
അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ നല്ല ദീനുള്ള ഒരു പയ്യൻ എഴുതിയിട്ടതാണ്. അവൻ്റെ താഴെ വന്നിട്ട് അവനെയും കുറേ പറയുന്നുണ്ട്. കോമൺ സെൻസ് ഇല്ലാത്ത കുറച്ച് പേരോട് നമ്മളിതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് വസ്തുത. എനിവേ, താങ്ക് യു സോ മച്ച്.